ശ്രീ PV ശ്രീനിജൻ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ധനമന്ത്രി അവതരിപ്പിച്ച 2024-25 വർഷത്തെ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് സർ. സാർ, എനിക്ക് മുമ്പ് സംസാരിച്ച നജീബ് കുറേ കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം സാറേ. നമ്മളൊരു പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ആ പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന BJP സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി സാർ. അദ്ദേഹം അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തെരഞ്ഞെടുത്ത മണ്ഡലം വയനാടാണ് സാർ. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹം മത്സരിച്ചത് അമേഠിയിൽ നിന്നുള്ള MP ആയിരുന്നു അദ്ദേഹം. പക്ഷെ 2019 തെരഞ്ഞെടുപ്പിൽ സാർ, എനിക്കൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട് തിരഞ്ഞെടുത്തത്? സാർ, നമ്മളിവിടെ ഇരിക്കുന്ന പലരും സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നവരല്ല. ഇപ്പം നജീബും ഞാനും സുമേഷും സുമോദും എല്ലാം ഇവിടെ ഇരിക്കുന്ന പലരും വളരെ ഫൈറ്റ് ചെയ്ത് ശക്തമായ രാഷ്ട്രീയ വിജയം കൈവരിച്ച് മത്സരിച്ച് ജയിച്ചു വന്നവരാണ് സാർ. നമ്മളെ നയിക്കുന്ന ഒരു നേതാവ് തന്നെ തോറ്റോടി അല്ലെങ്കിൽ പരാജയം സമ്മതിച്ച് അമേഠിയെ കൂടാതെ മറ്റൊരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നിങ്ങൾ BJPക്ക് കൊടുത്തത്? ഞാൻ ഒരു കാര്യത്തിൽ മുസ്ലിം ലീഗിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം BJP വിരുദ്ധ നിലപാട് നിങ്ങൾ എടുക്കുന്നുണ്ട്. നജീബിൻ്റെ പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്കുള്ള സന്ദേശമല്ല. 1992 ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ അതിനനുകൂലമായിട്ട് നിന്ന കോൺഗ്രസിനുള്ള മറുപടിയാണ് സാർ നജീബ് കൊടുത്തത്. നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവരിച്ച് പറയാൻ കഴിയുമോ നിങ്ങൾ കോൺഗ്രസിനോട് ആ കാര്യത്തിൽ യോജിക്കുന്നുണ്ടെന്ന്? തീർച്ചയായിട്ടും അത് പറയാൻ ഇവിടെ ഇരിക്കുന്ന ഒരു മുസ്ലിം ലീഗ് അംഗത്തിനും മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരംഗത്തിനും കഴിയില്ല സാർ. നമ്മുടെ നാട് എങ്ങാടാണ് പോകുന്നത്? നമ്മുടെ നാടിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്കിന്ന് സാഹചര്യമുണ്ടോ? ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ നമുക്ക് സാഹചര്യമുണ്ടോ? ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ ലെവലിലേക്ക്, ആ തരത്തിലേക്ക് രാജ്യം പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നജീബും മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാനുള്ള ശ്രമമാണ് നടത്തേണ്ടതെന്ന് ഞാൻ വിനീതപൂർവ്വം അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ് സാർ. 8 വർഷം മുമ്പ് നാം കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം. സമസ്ത മേഖലകളിലും കേരളം ഇന്ന് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മുടെ ഈ വളർച്ച കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണുകളിൽ വലിയ അപരാധമാണ് സാർ. പല മേഖലകളിലും നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ അവരെ സംബന്ധിച്ച് കുറച്ചിലായി കണ്ടുകൊണ്ട് ഇനി കേരളം മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു സമീപനത്തോടു കൂടി നമ്മൾക്ക് അർഹമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് കേന്ദ്ര സർക്കാർ വിഹിതങ്ങൾ നമുക്ക് തരാതിരിക്കുകയാണ് സാർ. കർണാടകത്തിന് കൊടുക്കാനുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു എതിരഭിപ്രായമില്ല. ഏതൊരു സർക്കാരിനും ഭരണഘടനാപരമായിട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം. പക്ഷെ കേരളത്തിന് കിട്ടരുത്, കർണാടകത്തിന് കിട്ടണമെന്നുള്ള നിങ്ങളുടെ ഇരട്ടത്താപ്പിനെയാണ് ഞങ്ങളിവിടെ ചോദ്യം ചെയ്യുന്നത് സാർ. തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന വിഹിതങ്ങളെല്ലാം നമുക്കറിയാം. നമുക്ക് ഒരു ഇരട്ടത്താപ്പ്, 2 തരത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ വെട്ടിമുറിക്കുന്ന ഒരു സമീപനത്തോടുകൂടി BJP സർക്കാർ പോകുമ്പോൾ അതിനെ എതിർക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് സാർ. കേന്ദ്ര സർക്കാരിൻ്റെ കേരള വിരുദ്ധ സമീപനത്തിനിടയിലും പരിതപിച്ചിരിക്കാതെ തകരില്ല കേരളം, തളരില്ല കേരളം എന്നുള്ള ശക്തമായ കേരള വികാരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് LDF സർക്കാർ വികസന പാതയിൽ ഇപ്പോൾ മുന്നേറുന്നത് സാർ. സാമൂഹ്യമായും സാമ്പത്തികമായും കേരളത്തെ ഈ സർക്കാർ മുന്നോട്ട് നയിക്കുമ്പോൾ അതിൽ UDF എന്നോ LDF എന്നോ വ്യത്യാസം നോക്കാതെ നമ്മുടെ കേരളം എന്നുള്ള ഒറ്റ വികാരത്തോടു കൂടി നമുക്ക് പോകാൻ കഴിയണമെന്ന അഭ്യർത്ഥനയാണ് പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്. നിലവിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് എടുക്കുന്ന സമീപനം നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് സർ. കേവല രാഷ്ട്രീയ താല്പര്യം മാത്രം കണക്കിലെടുത്ത് കേരള വികാരത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് BJP സർക്കാരിൻ്റെ അതേ സ്വരത്തിൽ
കേരള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ റോജി സംസാരിച്ചപ്പോൾ ഞാൻ കൗതുകത്തോടുകൂടി നോക്കിയിരിക്കുകയാണ്. അതിനു മുമ്പ് മാത്യു കുഴൽനാടൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ഈ രണ്ടു പേരും കേന്ദ്ര സർക്കാരിനെ, നിർമ്മല ശ്രീരാമൻ്റെ അതേ സ്വരമാണ് സഭയിൽ പറയുന്നതെന്നാണ് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്നത്. ഒരേ സ്വരം, നിർമ്മല ശ്രീരാം സംസാരിക്കുന്ന അതേ സ്വരത്തിൽ മാത്യു കുഴൽനാടനും റോജി ജോണും കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് സഭയിൽ വളരെ നന്നായിട്ട് BJPക്ക് വേണ്ടി സംസാരിക്കുന്ന കാഴ്ച നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുകയാണ്. ഇപ്പൊ നേരത്തെ കമൽനാഥ് BJPയിലേക്ക് പോയതുപോലെ, നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുമോദ് പറഞ്ഞ പോലെ ഇതൊരു എളുപ്പ വഴിയാണോ എന്ന് പോലും സഭയിൽ നമ്മൾ പരസ്പരം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള ആളുകൾ പരസ്പരം ഓരോ ദിവസം പരസ്പരം നോക്കിയാണ്. നാളെ നീ അല്ലെങ്കിൽ നാളെ നിങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയം മാറുകയാണ്. അതിനെ നമ്മൾ എതിർക്കേണ്ടതാണ്. കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് തന്നെയാണ് മതേതര വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എൽദോസെ ഭയപ്പെടേണ്ട. കാരണം പേരുകളിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, പേരുകളിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾക്കാണ് ആദ്യം അവസരം. അതുകൊണ്ട് എൽദോസ് ഇപ്പോൾ പേടിക്കേണ്ട, പിന്നീട് അവസരം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇപ്പോൾ കഴിഞ്ഞ ഈ ബഡ്ജറ്റിൽ ചില MLA-മാർ പരിതപിക്കുന്നത് കണ്ടായിരുന്നു. UDF-ന്റെ അംഗങ്ങൾക്ക് യാതൊരു പരിഗണനയും കിട്ടിയില്ലെന്ന് പറയുകയുണ്ടായി. സാറേ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന MLA ആണ്. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ കിട്ടിയത് ഏകദേശം 52 കോടിയാണ്. മറിച്ച് എറണാകുളം നിയോജകമണ്ഡലത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ MLA ശ്രീ TJ വിനോദ് MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഈ ബഡ്ജറ്റിൽ കിട്ടിയിരിക്കുന്ന പരിഗണന 2500 കോടി രൂപയാണ് സാർ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്കിത് ഞങ്ങൾ വേർതിരിച്ചാണ് ധനമന്ത്രി ഇത്തരം വേർതിരിവുകൾ ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത്? അപ്പൊ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും നിങ്ങൾ ഈ ബഡ്ജറ്റ് വായിക്കുക, നിങ്ങൾ മണ്ഡലം തിരിച്ചുള്ള ബഡ്ജറ്റ് നിങ്ങൾ വിലയിരുത്തുക, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വ്യവസായ വിപ്ലവം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, അങ്ങനെ സമസ്ത മേഖലകളും കേരളം വികസിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവിൻ്റെ നേതൃത്വത്തിൽ കേരളം മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു വർഷം കൊണ്ട് ഏകദേശം 1.5 ലക്ഷം പുതിയ സംരംഭങ്ങളാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഏകദേശം 5000 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ കാർഷിക മേഖല, ഇപ്പോൾ റബ്ബറിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിലെല്ലാം നിങ്ങൾ പരിതപിക്കുന്നത് റബ്ബറിന് താങ്ങുവിലയായിട്ട് വളരെ കുറച്ച് രൂപയാണ്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായിരുന്നു സാർ? 2009 ആസിയൻ കരാർ ആരാണ് സാർ ആസിയൻ കരാർ ഒപ്പിട്ടത്? അന്ന് അതിന് നേതൃത്വം കൊടുത്ത മൻമോഹൻ സിംഗിന്റെ കാലയളവിൽ കുത്തക റബ്ബർ മുതലാളിമാർക്ക്, കുത്തക ടയർ കമ്പനികൾക്ക് സഹായിക്കുന്നതിന് വേണ്ടി ആ കരാർ കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ കുത്തക ടയർ കമ്പനികളായുള്ള MRF, സിയാൽ, അപ്പോളോ തുടങ്ങിയ മുഴുവൻ കമ്പനികളും കൃത്രിമമായിട്ട് റബ്ബറിൻ്റെ വില ഉയർത്തി, അവരുടെ ടയറുകളുടെ വില ഉയർത്തി. ഇപ്പോൾ റീസെൻ്റായിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ പുതിയൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 1800 കോടി രൂപ അവർക്ക് ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ അധികമായിട്ട് പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് സാർ. അപ്പോൾ അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് CPM എടുത്ത നിലപാട്, ആസിയൻ കരാറിനെടുത്ത നിലപാട് ഇന്ന് ശരിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുറേ രാഷ്ട്രീയമായിട്ട് സംസാരിക്കണമെന്നുണ്ട്. കാരണം പൊതു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോവുകയാണ്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJP വിരുദ്ധ ഒരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടാകേണ്ട ആവശ്യകത ഒന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മുസ്ലിം ഒരു മിനിറ്റ് സാർ പ്രത്യേകിച്ച് മുസ്ലിം ദളിത് വിരുദ്ധ മനോഭാവമുള്ള BJP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റേണ്ട ആവശ്യത്തെക്കുറിച്ച് ദളിത് വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞാനൊരു കണക്ക് നോക്കിയായിരുന്നു. എത്രയോ പള്ളികൾ, എത്രയോ മോസ്കുകൾ നമ്മുടെ നാട്ടിൽ പൊളിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടേ? എത്രയോ ആളുകൾ കമ്മ്യൂണൽ വയലൻസ് ഒരു കണക്ക് നോക്കുമ്പോൾ കമ്മ്യൂണൽ വയലൻസ് ഒരു മിനിറ്റ് സാറേ, ഒരൊറ്റ മിനിറ്റ് സാറേ, ഏകദേശം 4000-ൽ കൂടുതൽ കമ്മ്യൂണൽ വയലൻസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ എത്രയോ ആളുകൾ മരിച്ചു വീഴുന്നു. അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് അടക്കമുള്ള അംഗങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന്
BJP വിരുദ്ധ ഒരു ഗവൺമെന്റ് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സാർ.